ഹായ് കൂട്ടുകാരെ, അത്രയും കൊണ്ട് വർത്തമാനം പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു പൊട്ടൽ വീണിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി വർത്തമാനമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അനിയൻ്റെ വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ പോയിട്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴയിലാണ്. അവിടെ പോയി ചെക്കപ്പൊക്കെ നടത്തിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇടുക്കി കീഴ്ത്തോടിൽ എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. വൈഫ് ഇവിടെ ഇല്ലായിരുന്നു. വൈഫ് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു പോയായിരുന്നു. മക്കൾ തന്നെ ഉള്ളൂ. പിന്നെ അവൾക്കൊരു ചെറിയ കടയുണ്ട്. എല്ലാം നടക്കണ്ടേ. ഇപ്പം നമ്മളിനി എന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. കാരണം വെച്ചാൽ നല്ല റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എല്ലാ റിപ്പോർട്ടുകളും നമ്മൾ ആശുപത്രിയിൽ നിന്ന് പോന്നപ്പോൾ ഉണ്ടായിരുന്ന ഉണ്ടോ കംപ്ലീറ്റ് റിപ്പോർട്ടുകളും നമ്മൾ എടുത്തിട്ടേക്കാണ്. കാരണം 4 സീറ്റ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ നമ്മൾ വന്നപ്പം ഡ്രോണൊന്നും എടുത്തോളാൻ പറഞ്ഞു. എന്തെങ്കിലും കുഞ്ഞ് റീലൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ചാനലിലിടാമല്ലോ. ഇല്ലെങ്കിൽ ചാനൽ ചത്തുപോകും. ഒരുപാട് കഷ്ടപ്പെട്ട് കയറ്റിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കും. അപ്പം ഞാനും അനിയനും വൈഫും എല്ലാവരും കൂടെ ആശുപത്രിക്ക് പോവാണ്. ആമേ പോടാ. എന്നടാവി വലിയ ഗൗരവം വിടറാവി. ഞങ്ങൾ രണ്ടും കൂട്ടാണേ. വെള്ളിപ്പൺ പറ വെള്ളിപ്പ വീട്ടിൽ പോവാണ്. കീഴ്ത്തോടി വീട്ടിൽ ചേച്ചിമാരുടെ അടുത്ത്. കൊച്ചു വന്നോട്ടോ. തല അനക്കാൻ പറ്റത്തില്ല. അത് കാരണം ഒത്തിരി ഉമ്മ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പോട്ടെ കേട്ടോ. Okay, see you. Uma. അപ്പോ പിടിക്കുക. ബാ പപ്പണ്ടിപ്പാ വലിയപ്പ കൊണ്ടിട്ടിട്ട് വരാം. ബാ നീ വന്നേനായിരുന്നു. ഡൽഹിക്ക് ഭക്ഷണം. അതെ, ഇത്ര ദിവസം ഞാനുണ്ടായിരുന്നു. എല്ലാവരും മാറി ഉണ്ടായിരുന്നു. ഇപ്പോൾ അനിയത്തിയും കൊച്ചും മാത്രമായി. ഇനിയിപ്പോൾ ഇപ്പം എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വേണം അനിയൻ തിരിച്ചു വരാൻ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ നേരെ അനിയൻപുള്ളിയുടെ വീട്ടിലേക്കാണ് വന്നത്. ഇവിടെ ഒരു 7 ദിവസം താമസിച്ചു. കാരണം പെട്ടെന്നൊരു ആവശ്യമുണ്ടായാൽ ഇവിടെ നിന്ന് ആശുപത്രിയിൽ എത്താൻ എളുപ്പമുണ്ട്. കാരണം അവൻ പോത്താനിക്കാടാണ് താമസിക്കുന്നത്. ഹൈറേഞ്ചിൽ കയറിയാൽ നമുക്ക് പൊതുവെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് 7ാമത്തെ ദിവസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരം 4:50 നമുക്ക് സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ ചെക്കപ്പ് ചെയ്ത് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നേരെ ഇടുക്കിയിലേക്ക് കയറി പോകണം. അതാണ് ആഗ്രഹം. ഏതാണെങ്കിലും വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ അനിയത്തിക്കും അനിയൻ്റെ കൊച്ചിനൊക്കെ വിഷമമായി. ഒരാളിത് സ്കൂൾ വിട്ട് വന്നേ ഉള്ളൂ. വരുമ്പം വിഷമാവും. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും എൻ്റെ അടുത്തുനിന്ന് മാറാൻ നിന്നാണ് ലുദിയാമോള്. അനിയൻ്റെ കൊച്ചാണ് കേട്ടോ. അപ്പം വന്ന വഴിക്ക് അച്ഛനെ അമ്മച്ചിനെയൊക്കെ ഒന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തു. കാരണം അവർ പള്ളിയിലെ ഒരു കേസുമായിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊളപ്പുറ റൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കൊളപ്പുറ റൂട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇപ്പോൾ പോത്താനിക്കാട് കൊളപ്പുറ റൂട്ടിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വന്ന് പിന്നെ ഒരു 7 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് വായൊന്നും അത്ര എനിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെയുണ്ട്. എന്നാലും നമ്മൾ വീഡിയോ ഇടാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ നമ്മൾ കല്ലൂരൊക്കെ അടുക്കാറായി കേട്ടോ. ഇപ്പോൾ കാളിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഒരു പാലത്തേക്കടെ കയറി നമ്മൾ ചെല്ലുന്നത് കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്ന് കല്ലൂർക്കാടിനും അതുപോലെ തന്നെ നമ്മുടെ പോത്താനിക്കാടിനൊക്കെ തിരിഞ്ഞു പോകാവുന്ന വഴിയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ എന്താ പറയണേ ഊന്നലിൽ നിന്ന് പൈങ്ങൂട്ടൂർ കൂടി തൊടുപുഴയ്ക്ക് പോകുന്ന വഴി കൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ യാത്ര ചെയ്ത് കോട്ട റോഡില്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെരുമാങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളിവിടെ എത്തിയിട്ടോ. ഇപ്പോൾ പന്നിയുടെയൊക്കെ വില കുറഞ്ഞിട്ട് ഫേമസ് ആയ ടൗണാണ്. അപ്പോൾ ഈ കോട്ട റോഡ് വരെ നമ്മൾ യാത്ര ചെയ്ത വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നമുക്ക് ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് എന്താണെങ്കിലും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. നേരെ പോകുന്നത് കല്ലൂർക്കാടാണ്. നമ്മളിവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞു പോവുകയാണ്. ഇടത്തേക്ക് തിരിഞ്ഞു പോകുന്നത് നേരെ നമ്മുടെ തൊടുപുഴയ്ക്കാണ്. ഇപ്പോൾ ഇവിടെ പന്നിക്ക് വില കുറഞ്ഞേക്കണം. എവിടെയാ ആദ്യമേ എവിടെയായിരുന്നു? പെരുമാങ്കണ്ടത്തായിരുന്നു ആദ്യം ഈ തുടങ്ങിയ പരിപാടി. ഇപ്പൊ ഇവിടെ 300-ഉം 270 ഒരു കട 300-ഉം ഒരു കട 270. അപ്പൊ അത് മാറിയിട്ട് ഇപ്പൊ വാഴക്കുളത്താണ്, പൈനാപ്പിൾ സിറ്റിയിലാണ് പരിപാടി മുഴുവൻ. അത് കൊള്ളാലോ. അവിടെ 180 രൂപയ്ക്കായിരുന്നു 1 കിലോ പന്നിയിറച്ചി വിറ്റുണ്ട്. അതിപ്പോഴും കിട്ടുന്നുണ്ടോ? ഇപ്പൊ 200 ആയിന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് അല്ലസർ വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കാരണം റോഡ് ഒത്തിരി തിരക്കില്ല. 2 വഴി പോയാലും തൊടുപുഴ എത്തും. ഈ വഴിയാകുമ്പോൾ ഒരുപാട് തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞോണ്ടിരുന്ന പന്നിയുടെ കാര്യമാണ്. എന്ത് കാര്യം വില കുറച്ച് കിട്ടുമ്പോൾ അത് കസ്റ്റമർക്ക് സന്തോഷമാണ്.
പക്ഷെ അതിന്റെ പിന്നിലുള്ള അധ്വാനവും അത് വളർത്തുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയ. അല്ലേ? ഒരുപക്ഷെ അതിന് ഉദാഹരണം കോഴിയുടെ അല്ല, ഒരുപക്ഷെ ഒരാളോടുള്ള വാശിക്കായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ എന്ത് സാധനത്തിനാണ്, ഇപ്പം പന്നിന്നല്ല, പന്നിയാണെങ്കിലും കോഴിയാണെങ്കിലും മീനാണെങ്കിലും ആവറേജ് ഒരു താങ്ങുവില കിട്ടിയെങ്കിൽ മാത്രമേ കർഷകന് പിടിച്ചിരിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇതിനൊരു ഉൽപാദന ചെലവുണ്ട്. ആ ഉൽപാദന ചെലവ് ഇപ്പം ഒരു രീതിയിലും നമുക്ക് 180 രൂപയ്ക്ക് ഒരു കടക്കാരൻ വന്ന് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഉൽപാദന ചെലവും കഴിഞ്ഞിട്ട് ഈ കർഷകന്റെ കൂലി എന്നതാ കിട്ടുന്നത് ശരിക്കും ഒന്നും കിട്ടത്തില്ല. ഇപ്പം വിലക്കുറവ്, അതുപോലെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ ഈ കടകള് വിറ്റൊഴിച്ച് കാലിയാക്കുന്നു പറഞ്ഞുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ പോയി മേടിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കടക്കാരൻ കോടികളോ ലക്ഷങ്ങളോ മുടക്കിയിട്ടായിരിക്കും ആ സ്ഥാപനം അവിടെ തുടങ്ങിയത്. അത് മുന്നോട്ട് പോകാൻ കഴിയാതെ സ്റ്റോക്ക് ക്ലിയറൻസ് നടത്തി വിറ്റൊഴിക്കുന്നു, കട കാലിയാക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും ഒരു തള്ളിക്കൂട്ടി ഒരു ജനം അങ്ങോട്ട് ഇടിച്ചു കയറുന്നതാണ്. അതൊന്നും ഒരു ശരിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ തള്ളിക്കൂട്ടുന്ന ആളുകൾ ഒരു കടക്കാരന്റെ ജീവിതം അത് പോണേ. ഞാൻ ആ ഒരു പോളിസിക്കാരനാ, ഞാൻ അങ്ങോട്ട് പോകാറുമില്ല കേട്ടോ. അനിയന് ഒരു 2 ദിവസം നെല്ലിയാമ്പതി പോയി അടിച്ചു പൊളിച്ചിട്ട് വന്നിട്ട് സൗണ്ടും ഇല്ല, ഒന്നുമില്ല, തലവേദനയും പിടിച്ച് പോത്ത് പോലെ ആയിരുന്നു ഉറങ്ങിയിട്ടാണ് വണ്ടി കൊണ്ട് കയറിയത് കേട്ടോ. അല്ല, ശരിയല്ലല്ലോ. അതേസമയം എല്ലാ ദിവസവും അല്ലെങ്കിൽ ആ ഒരു മീഡിയം കസ്റ്റമർ കടക്കാരന് കിട്ടുമായിരുന്നെങ്കിൽ ആ കട നിന്ന് പോയേനെ. അതെ. ഒരു സ്ഥാപനം, ഇപ്പൊ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഏത് നാട്ടിലോ ആയിക്കോട്ടെ, ഒരു സ്ഥാപനം നിന്ന് പോകുമ്പോ കുറഞ്ഞത് ഒരു 3 കുടുംബങ്ങളാണ് അതിനകത്ത് വന്നത്. ഒന്ന് അത് നടത്തുന്നയാള്, അവിടെ തൊഴിൽ ചെയ്യുന്ന 2 പേര്. നമ്മള് മനസാക്ഷി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കൊക്കെ ഇതൊക്കെ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നമ്മളങ്ങനെ അറിയാം. നമ്മളങ്ങനെ ഏഴല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയ മനോഹരമായ ഒരു ചെറിയ ഗ്രാമമാണ്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വന്ന നല്ലൊരു വീഡിയോ ഇവിടുത്തെ ചെയ്യണം. അപ്പോൾ ഏഴല്ലൂർ മനോഹരമായ ഒരു പള്ളിയും കുറച്ച് ടൗണും തൊട്ടടുത്ത് തന്നെയാണ് അല്ലസർ മെഡിക്കൽ കോളേജും ഉള്ളത്. ഇതുണ്ട്, ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, ഒരു ഗ്രോട്ടോ ഇല്ല. പക്ഷെ ഇത് ഞാൻ ആദ്യം കാണുകയാണ് കേട്ടോ. ഇത്ര നാളെ വന്നിട്ട് ഇത് ആദ്യം കാണുകയാണ്. പെരുന്നാളിനോടനുബന്ധിച്ച് സെറ്റ് ചെയ്തേക്കണേ അല്ലേ? ഗവൺമെന്റ് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നോ ഇതിനൊരു താങ്ങുവില നിശ്ചയിച്ചു കഴിഞ്ഞാല് റബ്ബറിനൊക്കെ താങ്ങുവില നിൽക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ എന്ത് സ്ഥാപനം, ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 80 രൂപയ്ക്ക് കോഴിയിറച്ചി കിട്ടുന്ന ഒരു പ്രഖ്യാപനം വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് മറ്റേ മാത്യു ടി തോമസ് ഉണ്ടായിരുന്ന നേരത്തെ. ശരിക്കും ഈ മന്ത്രിമാരൊക്കെ എന്ത് പഠിച്ചിട്ടാ ഇത് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. 1 കിലോ കോഴി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിന്റെ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയൊരു കോഴി കർഷകനാ. നമുക്ക് ഈ കേരളം എന്ന് പറയുന്നത് ഉപഭോക്തൃ സംസ്ഥാനമാണ്. അതായത് എല്ലാ കാര്യത്തിനും നമ്മൾ മറ്റുള്ള സംസ്ഥാനത്തെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പൊ കോഴി കർഷകന് അല്ല, കോഴീനെ 80 രൂപയ്ക്ക് കിട്ടുമെന്ന് അവര് പറയുമ്പോൾ കേരളത്തിൽ സ്വന്തമായിട്ട് ഗവൺമെന്റ് തലത്തിൽ ഒരു കോഴി ഹാച്ചറി ഇല്ല. ബ്രോയിലർ കോഴിയുടെ ഉണ്ടെങ്കിൽ തന്നെ തിരുവനന്തപുരത്ത് നിസ്സാരമായ ഉൽപാദനമേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതിന്റെ തീറ്റ കാര്യങ്ങളെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ മുട്ട തൊട്ട് പേരന്റ് സ്റ്റോക്ക് തൊട്ട് മുട്ട തൊട്ട് തീറ്റ വരെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഒരു മാസം എത്ര ടൺ തീറ്റ പോയി, എത്ര ആയിരം കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾ കേരളത്തിലേക്ക് വന്നു എന്നൊക്കെ തമിഴ്നാടിന് കൃത്യമായിരിക്കുന്ന കണക്കുണ്ട്. അപ്പൊ ശരിക്കും ഈ കോഴിയുടെ വില ഇപ്പൊ ഏതാണ്ട് 190 രൂപയൊക്കെയാണ് മാർക്കറ്റിലുള്ളത്. ഫാം റേറ്റ് എന്ന് പറയുന്നത് 160 രൂപയാണ്. അപ്പൊ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയങ്കര ലാഭമാന്നുള്ള കാര്യം. അപ്പൊ ഇപ്പൊ ശരിക്കും ലാഭമാണ്. പക്ഷെ 1 കിലോ കോഴി നമ്മൾ ഈ വേനൽക്കാലത്ത് നമുക്ക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 95 രൂപ 100 രൂപ എടുത്ത് മുടക്ക് വരും 1 കിലോ കോഴിക്ക്. ആ സാധനം 60 രൂപയ്ക്കും 70 രൂപയ്ക്കും വിൽക്കുമ്പോൾ 1 കിലോ കോഴിയില് 35 രൂപ 40 രൂപയോളം ആ കർഷകന്റെ പോകുവാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിലവിൽ 180 190 ഒക്കെ 150 രൂപയോളം ഫാം റേറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് എത്ര നമ്മുടെ മൂവാറ്റുപുഴ റൂട്ടിലേക്ക് പ്രവേശിച്ചു കേട്ടോ. തൊടുപുഴ നിന്ന് മൂവാറ്റുപുഴ ബംഗളൂരൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ജംഗ്ഷനാണിത്. ബിസ്മി ജംഗ്ഷൻ എന്ന് പറയും. ഇവിടെയാണ് ബിസ്മിയുടെ അടിപൊളി ഒരു ഷോറൂം ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ വലത്തേക്ക് തിരിയുകയാണ്. അതെന്തിനാണെന്നറിയോ? അത് അടുത്ത് ബൈപ്പാസ് കയറാം അല്ലേ?
ബൈപ്പാസ് കയറാനാണ്. പിന്നെ നമുക്ക് അംബാനിക്ക് ഇച്ചിരി പൈസ കൊടുത്തിട്ട് അങ്ങ് പോവാണെങ്കിൽ ഈ ഇവിടെ നിന്നാണ് എന്തിനാ അടിക്കണേ? റിലയൻസ് മുതലാളിയുടെ അടുത്തുനിന്ന് ഇച്ചിരി പൈസ കൊടുത്തിട്ട് നമുക്ക് അങ്ങ് പോവാം. എടാ ഇതിൻ്റെയൊക്കെ നല്ലത് മറ്റേതല്ലടാ. ഏതാ നയാരയാ? എപ്പോൾ എല്ലായിടത്തും നയാര ഇല്ലാത്തതാണ് ഞാൻ കൂടുതലും ചൂസ് ചെയ്യുന്നത്. റിലയൻസ് ആണ് എവിടെ പോയാലും. പിന്നെ ഇപ്പൊ റിലയൻസിൽ എല്ലാവരും ബിസിനസ് തന്ത്രമാണല്ലോ. 10 മണി തൊട്ട് 5 മണി വരെയും 2 രൂപ പെട്രോളിന് ഓഫ് ഉണ്ട്. അടിപൊളി ഉണ്ടല്ലോ. 2 രൂപ കുറവുണ്ടേ. ഹാപ്പി ഹവേഴ്സ് 10 AM to 5 PM വരെ 2 രൂപ കുറവുണ്ട് റിലയൻസിന്റെ പമ്പിൽ. അത് കൊള്ളാട്ടോ, അടിപൊളിയാണ്. എല്ലാ റിലയൻസിന്റെ പമ്പിലുണ്ട്. എല്ലാ റിലയൻസിന്റെ പമ്പിലുണ്ട് അല്ലേ? 1500 രൂപയ്ക്ക് 1500 രൂപയ്ക്ക്. ഇതേ ഈ തൊടുപുഴയിലേക്ക് വരാനുള്ള പിന്നെ ഭയങ്കര ഇഷ്ടമെന്നറിയോ? എവിടെയും വഴിയാ. അതൊക്കെ നമ്മൾ എന്നാ പറഞ്ഞാലും ഇത് പിടിക്കുന്നുണ്ടോ? ഇത് പ്രത്യേകം പിടിക്കണം. അതൊക്കെ നമ്മൾ എന്നാ പറഞ്ഞാലും PJ ജോസഫ് സാറിനെ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു. അതിന്റെ കാര്യം പറയട്ടെ, പുള്ളി LDF വരുന്നതാണ്, UDF വരുന്നതാണ്. പുള്ളി തൊടുപുഴയാക്കി മാറ്റി. ഒരു മനുഷ്യൻ തൊടുപുഴ വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കാര്യം സാധിച്ചു പോകാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇപ്പൊ നമ്മള് BMH പോണേ. മറ്റേത് BMH പോണായിരുന്നെങ്കിൽ അപ്പുറത്തോടെ കറങ്ങി വരണമായിരുന്നു. ഇതിപ്പോ ഈ പുഴയോരം ബൈപ്പാസ് അടിപൊളി സംഭവമാണ്, അടിപൊളി വ്യൂ ആണ്. അതൊരു ഒന്നൊന്നര സംഭവം. ഇവിടുത്തെ കടക്കാർ ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നിന്നാണ് തിരിച്ചു കേട്ടോ. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ കടക്കാർ എന്നോട് പറഞ്ഞാൽ എടാ പണ്ട് പല സ്ഥലങ്ങളും ചേമ്പും താളും കണ്ടവും പിടിച്ചു കിടന്ന സ്ഥലം ബൈപ്പാസ് ആക്കി പുള്ളി അന്നത്തെ കാലത്ത് മാറ്റിയത്. അന്ന് പുള്ളിക്ക് നാടുകൾ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടെ വന്ന ആളുകൾക്ക് വഴി തെറ്റി പോവാ. അങ്ങനെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയാ, നാടിന് വികസനം ഉണ്ടാവും. ഇത് ഈ ഒരു കാര്യം മാത്രമല്ല, എല്ലാം ഇപ്പം അതുപോലെ തന്നെ ഉടുമ്പൻചോല മണ്ഡലത്തില് മണിയാശാന്റെ മണ്ഡലത്തിലൊന്നും ഇല്ല. സൂപ്പർ ആട്ടോ. അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇടുക്കി മണ്ഡലത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ മാറ്റം അറിയാൻ പറ്റുന്നത്. ഞാനിപ്പോ രാഷ്ട്രീയം പറയുന്നതല്ല. ഇപ്പൊ ഈ റോഷിയസിനെ സംബന്ധിച്ച് 25 വർഷമായി. അവസാന ടൈമിൽ മന്ത്രിയാണ്. എന്നിട്ടും എന്ത് വികസനം ഇടുക്കി മണ്ഡലത്തിൽ നടന്നേ? അതേസമയം മണിയാശന്റെ മണ്ഡലത്തിലേക്കൊന്നും ഇല്ലണം. കുഞ്ഞു റോഡ് പോലും നമുക്ക് ഏറ്റവും അടിസ്ഥാന സൗകര്യം, റോഡ്, പാലം, അതുപോലെ ഹോസ്പിറ്റലുകള്, ചെറിയ ചെറിയ ഹോസ്പിറ്റലുകള്, മറ്റുള്ള സ്ഥാപനങ്ങള്, നെടുങ്കണ്ടം ജില്ലാ ആശുപത്രി, എല്ലാം അടിപൊളിയായി. മണിയാശൻ എന്തു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിദ്യാഭ്യാസം കളിയാക്കി എന്ന് പറഞ്ഞാലും പുള്ളിയുടെ മണ്ഡലത്തിലേക്ക് ഗ്യാപ്പ് റോഡൊക്കെ വൈസന്മാരിക്ക് ഇറങ്ങണ വടിയൊക്കെ അടിപൊളിയല്ലേ? എന്നെ കുത്തിറക്കം. പക്ഷെ തൊടുപുഴയാറാണ്. തൊടുപുഴ മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറും എന്നുള്ളൊരു പ്രശ്നമുള്ളൂ റോട്ടില്. നമ്മുടെ ടൗൺ ഇട്ട് അങ്ങോട്ട് പോകണമായിരുന്നു. മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറും. ഞങ്ങള് അന്ന് ചെക്കപ്പിന് വന്നോണ്ടിരുന്നപ്പോ ആ ബേബി മെമ്മോറിയലിന്റെ ആ സൈഡില് ഇങ്ങനെ റോഡിലേക്ക് വെള്ളം കയറിയായിരുന്നു. ആണോ? ഞങ്ങളുടെ മുട്ട ഉണ്ടായതും ബേബി മെമ്മോറിയലാട്ടോ. ഇത് ആ വളവ് ഉണ്ടാവും, ആ വളവിൽ നിന്ന് റോട്ടിൽ വെള്ളം ഇവിടെയാ. നോ ഒഴുക്കറിയോ? ആ വളവില്ലേ, അവിടുന്ന് ഇങ്ങനെ പറന്നു വന്നിട്ട് ഈ കലിങ്ങേക്കട കയറി ഫുള്ള് ചെയ്ത് ഇവിടെ കയറിയായിരുന്നു. ഇവിടെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമായിരുന്നു ഞങ്ങൾ വരുമ്പോ. അങ്ങനെ നമ്മൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആശുപത്രി കിടക്കുമ്പോ പെട്ടെന്ന് എന്തൊക്കെയോ ഒരു വിഷമം പോലെ, പേടി. ഡോണ്ട് വറി. അത് നല്ല നേഴ്സുമാരെയൊക്കെ കാണുമ്പോ പേടിയങ്ങ് വെക്കും. അതെ 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 അതെ. നമുക്ക് പുറയിലൊരാളിരിക്കുന്നുണ്ട് നല്ല നേഴ്സുമാരെ. അതറിയുന്നില്ലല്ലോ നേഴ്സുമാരങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറഞ്ഞാലും നേഴ്സുമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അതെ 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 അതെ. അത് ഇവിടുത്തെ നേഴ്സുമാരെല്ലാം നല്ല കെയറിങ്ങാ. അറിയാം. അങ്ങനെ തൊടുപുഴയിലുള്ള BMH ആശുപത്രിയിൽ നമ്മൾ എത്തിയിട്ടോ. ചീട്ടൊക്കെ എടുത്തിട്ട് നേരെ അനിയമ്പുള്ളി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവൻ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഇതേ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഡോക്ടറെ പോയി ഞങ്ങൾ കൺസൾട്ടൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ഒരു ചായ കുടിച്ചു കേട്ടോ. നേരെ ഒരു ചായ കുടിച്ചിട്ട് വീണ്ടും നമ്മളതേ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ വണ്ടി അനിയമ്പുള്ളി എടുക്കാൻ വേണ്ടി പോയേക്കും. അപ്പം അതും പ്രതീക്ഷിച്ച് ഞങ്ങൾ നിൽക്കുവാണ് കേട്ടോ. എന്നാലും കുറച്ച് ആളുകളെ എങ്ങനെയൊക്കെ റെസ്റ്റ് ചെയ്യേണ്ടി വരും. അതേ വണ്ടി വരും. ഫ്രണ്ടിലിരിക്കണ്ടോ?
അങ്ങനെ ഇടുക്കി കയറാമല്ലടാ. കീരത്തോടനല്ലേ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് ചോദിക്കാം എങ്ങോട്ടാ പോണെന്ന് അറിയത്തില്ലല്ലോ. ഡ്രൈവർ എങ്ങോട്ട് പോകാനും തയ്യാറാണ്. നാട്ടിലേക്ക് എത്താം. അച്ഛനാകാനും പെണ്ണ് കിട്ടാനും തയ്യാറാ. അപ്പോൾ ആശുപത്രി പോയിട്ട് പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ തലവേദന ഉണ്ടോയെന്ന് ചോദിച്ചു. എനിക്ക് ഓൾറെഡി തലവേദനയുണ്ട് ചെറുതായിട്ട്. അപ്പം ഡോക്ടർ പറഞ്ഞ നീർക്കെട്ടാന്നല്ലേ, തല ഇടിച്ചതിൻ്റെ നീർക്കെട്ടുണ്ടാവും, അതിൻ്റെ ആയിരിക്കും തലവേദന എന്നാണ് പറഞ്ഞത്. അപ്പോൾ തലവേദന കൂടുകയാണെങ്കിൽ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇടയ്ക്ക് വരണം. ഇനി വരുമ്പോൾ ചിലപ്പം നമ്മൾ സീറ്റ് എടുക്കേണ്ടി വരും 90%. പണ്ടൊക്കെ ഞാനൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ അതുപോലെ എമർജൻസി സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ജീപ്പയിൽ ആളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും ഒക്കെ കൊണ്ടുപോയ ഒരു ചരിത്രമുണ്ട്. നീ ഓർക്കുന്നുണ്ടോ? നീ പോയിട്ടില്ല? അറ്റാക്ക് വന്ന ആളെ കൊണ്ട് പോയത്. അതായത് 2.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ജീപ്പ് ഓടിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്, അതും അറ്റാക്ക് വന്ന ആളെയും കൊണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ കോട്ടയം പോകണം, അല്ലെങ്കിൽ കോലഞ്ചേരി പോകണം, ഇതല്ലെങ്കിൽ കോതമംഗലത്ത് വരണം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് തൊടുപുഴ എന്ന് പറഞ്ഞാൽ 9 മിനിറ്റ് കൊണ്ട്, ഞങ്ങൾ ആദ്യം പറഞ്ഞ PJ ജോസഫ് സാറിൻ്റെ കഴിവാണ്, 9 മിനിറ്റ് കൊണ്ട് തൊടുപുഴ നമുക്ക് ഓടിയെത്താം. വഴി അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇവിടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹമാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇടുക്കി പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം മനസ്സിൽ. കാരണം വെച്ചാൽ ഏകദേശം ഒരു 15 ദിവസത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് യാത്രയാകുന്നത്. നമ്മളിപ്പോൾ തൊടുപുഴ പട്ടണത്തിലൂടെയാണ് യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. നമ്മൾ മങ്ങാട്ടുകവല ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. നമ്മൾ വെങ്ങല്ലൂർ മങ്ങാട്ടുകവല ബൈപ്പാസിലൂടെയാണ് യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ മങ്ങാട്ടുകവലയിൽ നിന്ന് മുതലക്കുളം കൂടി വണ്ണപ്പുറം കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് ജീവിതത്തിലുണ്ടായി. നേരെ ഹോസ്പിറ്റലിലെത്തി. ഏതാണ്ട് ഒരു 5 ദിവസത്തോളം ഹോസ്പിറ്റലും ബാക്കിയുള്ള ദിവസം അനിയൻ്റെ വീട്ടിലൊക്കെ റെസ്റ്റ് ചെയ്തു. നമ്മുടെ നാടും മക്കളും ഒക്കെ പിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ. കാരണം വെച്ചാൽ എന്നും വീട്ടിൽ ചെന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോയി തിരിച്ച് വീട്ടിൽ വന്ന് അങ്ങനെയായിരുന്നു എൻ്റെ ഇതുവരെയുള്ള ജീവിതം. മാത്രമല്ല നമ്മൾ രാവിലെ വീഡിയോ എടുക്കാൻ പോകും, അതുപോലെ വന്ന് എഡിറ്റ് ചെയ്യും, പിന്നെ വീഡിയോ എടുക്കാൻ പോകും. കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രാവിലെ കമ്പനിയിൽ ജോലി ചെയ്യാൻ പോകും. അത് ഇടുക്കിയുടെ വിവിധ സ്ഥലങ്ങളിലൂടെയായിരുന്നു അന്ന് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ഥലത്ത് അങ്ങനെ ഇരുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ റെസ്റ്റിലാണ്. എന്താണോ എങ്ങനെയാവും ഒന്നും അറിയില്ല. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി ഇല്ലാത്തതുകൊണ്ടാണ്. എന്താണെങ്കിലും ഇടുക്കിയിലേക്കുള്ള യാത്ര മധ്യം നമ്മളിപ്പോൾ മുതലക്കുടം എത്തിയിട്ടുണ്ട്. മുതലക്കുടം അത്യാവശ്യം തൊടുപുഴ മങ്ങാട്ടുകവല കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടെയാണ് മനോഹരമായ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ണപ്പുറം റൂട്ടിലേക്ക് നമ്മൾ പിടിക്കുകയാണ്. അങ്ങനെ ചാലമുക്കൊക്കെ കഴിഞ്ഞ് കാളിയാർ എസ്റ്റേറ്റിലൂടെയുള്ള യാത്രയൊക്കെ നടത്തിയിട്ട് നമ്മൾ കാളിയാർ പാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് ലേഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാളിയാർ പുഴയൊക്കെ നമുക്ക് കണ്ടു. സമയം ഈവനിങ് ആണ്, അതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് കാളിയാർ ടൗൺ ആണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ണപ്പുറത്തേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. വണ്ണപ്പുറം എന്ന് പറയുന്നത് ശരിക്കും ഹൈറേഞ്ചിൻ്റെ മറ്റൊരു കവാടം എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും വണ്ണപ്പുറം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെത്തിയ പോലെ ഒരു ഫീലിംഗ് ആണ്. കാരണം ഇടുക്കി കവലയിലേക്കൊക്കെ തിരിഞ്ഞ് പിന്നെ ഇടുക്കിയുടെ മലകളും കുന്നുകളും താഴ്വാരങ്ങളും എല്ലാം കടന്ന ഒരു യാത്ര, അതൊരു അവിസ്മരണീയമായ യാത്ര തന്നെയാണ്. അങ്ങനെ ലൈറ്റൊക്കെ പോയിട്ടോ. ലൈറ്റൊക്കെ പോയതുകൊണ്ട് ഇനിയുള്ള വീഡിയോസ് പെട്ടെന്ന് എത്തിക്കണം. മാത്രമല്ല പെട്ടെന്ന് വീട്ടിലെത്തണമെന്നൊരു ആഗ്രഹവും കൂടെ അങ്ങോട്ട് കയറി. നമ്മളിപ്പോൾ നിലവിൽ വെൺമണിയാണ് ഉള്ളത്. വെൺമണി ടൗണിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെൺമണി കഴിഞ്ഞാൽ പിന്നെ പഴയരിക്കണ്ട കേട്ടോ. പഴയരിക്കണ്ട സ്ഥലത്ത് നമ്മൾ എത്തി. അവിടെ കുരിശുപള്ളിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇവിടെ വെച്ച് നമ്മൾ ബസ് കണ്ടു. തൊടുപുഴയിൽ നിന്ന് വരുന്ന ചിന്നൂസ് ബസ്സാണ്. അങ്ങനെ നമ്മളിപ്പോൾ അതേ കഞ്ഞിക്കുഴി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കഞ്ഞിക്കുഴി നമുക്ക് ഇവിടെ വണ്ടി നിർത്തി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. നമ്മുടെ വീട്ടിലേക്ക് പോകുമല്ലേ. അവസാനം നമ്മുടെ നാട് ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം 15-16 ദിവസങ്ങൾക്ക് ശേഷമാണ്. ആദ്യം തന്നെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്
ഉണ്ടോ എന്നാണ് നോക്കിയത്. മാത്രമല്ല നമ്മുടെ നാടിൻ്റെ ഒരു ദൃശ്യം കാണുമ്പോൾ ഏതൊരു നാട് ആണെങ്കിലും നമുക്ക് ആദ്യം കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇവിടെ അനിയൻ്റെ കാറ് നിർത്തിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് കയറിപ്പോൾ നാട്ടിലെത്തിയപ്പോൾ തന്നെ സുഹൃത്തുക്കളും ഒരുപാട് ആളുകളൊക്കെ നമ്മുടെ വിശേഷം അറിയാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. പക്ഷേ മാസ്കൊക്കെ വെച്ചാണ് ഇരുന്നത്, കാരണം പെട്ടെന്ന് പനി ജലദോഷമൊന്നും പിടിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ ഗിരീഷിൻ്റെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച്, നമ്മുടെ സുഹൃത്താണ്, ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയിട്ടുണ്ട്. മക്കളൊക്കെ ഓടി വരുന്ന ഒരു ചെറിയ ദൃശ്യം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുമല്ലോ അല്ലേ. അപ്പം വീട്ടിൽ വൈഫിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സമാധാനമായിട്ടിരുന്നു. കാരണം വെച്ചാൽ മക്കളുടെ കാര്യങ്ങളെല്ലാം അവർ അടിപൊളിയായിട്ട് നോക്കിയിട്ടോ. അപ്പം നമ്മുടെ സുഹൃത്ത് അങ്ങനെ യാത്രയൊക്കെ വരുന്ന വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോവുകയാണ്. തലവേദന കുറവുണ്ട്. കണ്ണിന് സ്നേഹം കാണിച്ചു, കണ്ണ് കുത്തി പൊട്ടിച്ചു അമ്മ. ഓപ്പോസിറ്റ് ഒന്നാമതെ കറമ്പ ആ കൂടെ ഇനി അപ്പൊ വലിയ അപ്പനെ കൊണ്ടുപോയിട്ട് പോവാണ്. നമ്മളെ വലിയപ്പോ വീട്ടിലേക്ക് പോവാല്ലേ? അല്ല, കാട്ടിലേക്ക്. അത് പോത്താനിക്കാട്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അറിയോ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും തിരക്കാ. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ പാലക്കാട്, ഇനി മറ്റന്നാൾ അടൂര്, പത്തനംതിട്ട, അങ്ങനെ കറങ്ങി നടക്കുന്ന ആളായതുകൊണ്ട് ബിസിയാ. അതുകൊണ്ടാണ് ഇവിടെ കിടക്കാത്ത. നാളെ എന്നിട്ട് കമന്റ് വരും, മനീന് എന്താ ജോലി മറ്റേ വണ്ടി കൊണ്ട് ഫാനാന്ന് പറഞ്ഞാൽ മതി, ഫാന്റെ പരിപാടിയാന്ന് പറഞ്ഞാൽ മതി. ആ കറക്റ്റ്. അപ്പൊ വിളിക്കണം നാളെ വരാൻ